ഹായ് ഗായ്സ്, ഇന്നത്തെ സീരിയലിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സ്നേഹപൂർവ്വം ശ്യാമ എന്ന സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂ ആണ്. അങ്ങനെ നമ്മുടെ പ്രിയങ്കയും സുകുമാരൻ മുത്തശ്ശി ആ ജയിലിൽ അങ്ങ് കിടന്ന് അവരോട് അങ്ങ് ആ ആലീസിനോടും ഗ്യാങ്ങിനോടും അങ്ങ് കയർത്ത് സംസാരിക്കുകയാണ്. അവരാരാണ്, അവരുടെ പവർ എന്താണ് എന്നൊന്നും അറിയാതെ എന്ന് നമ്മുടെ പ്രിയങ്കയും സുകുമാരൻ മുത്തശ്ശി അവരോട് അങ്ങ് മുട്ടാൻ പോകുന്നത്. പ്രിയങ്ക പറയുന്നുണ്ട്, ഞങ്ങളുടെ ബന്ധങ്ങൾ എന്താണെന്നൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ എന്തെങ്കിലും ഞങ്ങൾ ചെയ്താലേ നിങ്ങൾ പുറത്തിറങ്ങണം എന്നുള്ള സമയമൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ ഇതിനകത്ത് തന്നെ നിങ്ങളോടൊക്കെ പെരുമാറാനുള്ള ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരും എന്നൊക്കെ പ്രിയങ്ക കാര്യത്തിൽ സംസാരിക്കണം. അത് കേൾക്കുമ്പോൾ പിന്നെ ആലീസിന് അങ്ങ് കലി കയറുന്നുണ്ട്. ആലീസ് ആരാണെന്നൊന്നും അറിയാതെയാണ് ഈ പ്രിയങ്ക ഇങ്ങനെ കയർത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആലീസിൻ്റെ കൈ തടിച്ചിട്ട് ആലീസ് നേരെ ഈ പ്രിയങ്കയുടെ ചെകിട്ടത്തിട്ട് ഒറ്റ അടി അങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ പിന്നെ സുകുമാര മുത്തശ്ശി അങ്ങ് പേടിക്കുകയാണ്. കാരണം ഇവരിങ്ങനെ മേല് വേദനിപ്പിക്കുക എന്നൊന്നും സുകുമാര മുത്തശ്ശിയും പ്രിയങ്ക ഒരിക്കലും കരുതിയതല്ല. അപ്പോൾ ഒറ്റൊരു തല്ല അങ്ങ് കിട്ടുമ്പോഴത്തേന് പിന്നെ സുകുമാര മുത്തശ്ശി അങ്ങ് പേടിക്കുകയാണ്. എന്നിട്ട് ഈ ആലീസ് അങ്ങ് അങ്ങോട്ട് തിരിച്ച് സംസാരിക്കുന്നുണ്ട്. നീയൊക്കെ ആരടി, നിന്നോടൊക്കെ കാര്യത്ത് സംസാരിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആലീസ് അങ്ങ് കാര്യത്ത് അവരോട് തിരിച്ചും സംസാരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ സുകുമാര മുത്തശ്ശിനോട് പറയുന്നുണ്ട്, നിങ്ങളെ ഞാൻ തല്ലാത്തത് നിങ്ങളെങ്ങാനും ഇവിടെ കിടന്നങ്ങ് ചത്ത പോയാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ തല്ലാത്തത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ഇവരോട് പറയുന്നുണ്ട്, നിങ്ങളെ ഞങ്ങൾക്ക് എതിരെ എഴുതി കംപ്ലയിൻറ്റ് എഴുതി കൊടുക്കുമല്ലേ, നിങ്ങൾ എഴുതി കൊടുത്ത ആ കംപ്ലയിൻറ്റ് ബോക്സ് ഒന്നും ആരും നോക്കാൻ പോലും പോകുന്നില്ല. നിങ്ങളൊക്കെ വേഗം ജാമ്യം കിട്ടി ഇവിടുന്ന് രക്ഷപ്പെടുമെന്നാണ് വിചാരമെങ്കിൽ അതിനുള്ള യാതൊരു ചാൻസും ഇല്ല. കാരണം നിങ്ങൾക്ക് ജാമ്യം കിട്ടാൻ പോകുന്നതിൻ്റെ വാർത്ത ആദ്യം അറിയാൻ പോകുന്നത് ഞാൻ. അപ്പോൾ നീയൊക്കെ പുറത്തിറങ്ങുന്നതിന് മുന്നേ തന്നെ നിന്നെയൊക്കെ ഇവിടെ ഇട്ട് ചതച്ച് അരച്ച് ഒരു വിധമാക്കിയിട്ട് നിന്നെയൊക്കെ ഇവിടുന്ന് പുറത്തേക്ക് വിടത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഈ ആലീസ് അങ്ങ് അവരോട് കാര്യത്തിൽ സംസാരിക്കണം. അപ്പോൾ പിന്നെ ഇവർക്ക് ആകെ പേടിയാവുന്നുണ്ട്. എന്നിട്ട് അവരെല്ലാവരും കൂടി അവിടെ അങ്ങ് സൈഡിൽ ഇരിക്കണം. അപ്പോൾ പ്രിയങ്കയും സുകുമാര മുത്തശ്ശി ഒരു സൈഡിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഈ സുകുമാര മുത്തശ്ശി പ്രിയങ്കനോട് പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മോളെ, ഇനി അവരോടൊന്നും മുട്ടാൻ പോകണ്ട കേട്ടോ. ഇനി അവരോട് അങ്ങ് കാര്യത്തിൽ സംസാരിക്കാനൊക്കെ പോയാൽ അവരിനി എന്നെ ആയിരിക്കും തല്ലുന്നത്. അതുകൊണ്ട് ഇനി നമുക്ക് ഇവിടെ മിണ്ടാതിരിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ശ്യാമയും രാധിക അവിടെ അമ്പലത്തിൽ അവരങ്ങ് സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ അവിടെ അങ്ങനെ ഇരുന്നിട്ട് അവരുടെ കയ്യിലൊരു നിവേദ്യമുണ്ട്. ആ നിവേദ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായിലൊക്കെ വെച്ച് കൊടുത്ത് അവരുടെ അമ്മ മകളും അങ്ങനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയാണ്. കാരണം ഇതുവരെ ആ ഫിദ മേഡത്തിൻ്റെ രൂപത്തിലുള്ള ആ ഒരു മുഖംമൂടിയിലായിരുന്നു ശ്യാമ സ്നേഹിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അവർ ആ മുഖംമൂടിയൊന്നും ഇല്ലാതെ സ്വന്തം അമ്മയും മകളും ആയിട്ട് അങ്ങ് സ്നേഹിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ അമൃതേടത്തെയും വരുണും കൂടി കണ്ണിറയെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ട്, രാധിക ഒരുപാട് കാലത്തിൻ്റെ ആഗ്രഹമാണ് അവളുടെ സ്വന്തം അമ്മയുടെ ഒന്ന് സ്നേഹിക്കണമെന്ന്. ഇപ്പോൾ അതൊക്കെ നേരിട്ട് സംഭവിച്ചല്ല. അപ്പോൾ ഇതാണ് അവളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച നിമിഷം എന്നൊക്കെ അങ്ങനെ ഈ വരുൺ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് വരും പറയുന്നുണ്ട്, എന്തായാലും അമ്മ മകളെ ഒന്ന് പ്രൈവറ്റ് ആയിട്ട് സ്നേഹിച്ചോളൂ, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് മാറി നിൽക്കുക എന്നൊക്കെ അങ്ങനെ പറയുന്നത്. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾ രണ്ടുപേരും മാറി നിൽക്കൊന്നും വേണ്ട, നിങ്ങൾ ഇവിടെ തന്നെ നിന്നോളൂ എന്നൊക്കെ പറയുമ്പോൾ വരും പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് അങ്ങ് സ്നേഹിച്ചോളൂ, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് മാറി നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അമൃതയെടുത്തി വരുണും കൂടി അവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഈ രാധിക ശ്യാമയുടെ തോളിൽ ചാരുന്നും കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ശ്യാമനോട് ഇങ്ങനെ ഈ രാധിക പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ എൻ്റെ മനസ്സിലൊരു രൂപം ഉണ്ടായിരുന്നു അമ്മ എന്നുള്ള. അതൊരു കറുത്തൊരു രൂപമായിരുന്നു, പക്ഷേ അതിൻ്റെ മുഖമൊന്നും തെളിയുന്നുണ്ടായില്ല. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തൊക്കെ ഞാൻ ആ രൂപത്തെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കാലം ഉറങ്ങാറുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഇവളുടെ ആ ഒരു അനാഥത്വത്തിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, ഞാൻ അനുഭവിച്ച വേദനക്കാട്ടിൽ ഒരുപാട് മേലെയാണ് നീ അനുഭവിച്ച വേദന. നിനക്കെന്ന് പറയുന്ന അനാഥ എന്നുള്ളൊരു പേരുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ആ ഒരു പേരില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അനുഭവിച്ച ഒരുപാട് ദുഃഖങ്ങൾക്കൊക്കെ മേലെ ആണ് നിൻ്റെ ദുഃഖങ്ങൾ എന്നൊക്കെ ഇങ്ങനെ ഈ ശ്യാമയും പറയാണ്. അപ്പോൾ അവരിങ്ങനെ അവളുടെ തോളിൽ ഇങ്ങനെ ചായയാണ്, ശ്യാമയുടെ തോളിൽ ഇങ്ങനെ രാധിക ചാഞ്ഞ് ഇരുന്നിട്ട് ഇങ്ങനെ അവൾ പറയുന്നുണ്ട്, അമ്മേ ഞാൻ വിളിക്കുന്നൊരു സ്ഥലത്തേക്ക് അമ്മ വരുമോ എന്നൊക്കെ തന്നെ ചോദിക്കണം. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, നീ എവിടേക്ക് വിളിച്ചാലും ഞാൻ നിൻ്റെ കൂടെ തന്നെ വരും എന്നൊക്കെ അങ്ങനെ അവൾ പറയാണ്. അപ്പോൾ രാധിക അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണ്, അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന്. അവളുടെ സ്വന്തം അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തേക്ക് ശ്യാമനെ കൊണ്ടുപോകാനുള്ള പ്ലാനിങ് ആണ് അവൾക്കുള്ളത്. പിന്നെ ജയിലിലാണെങ്കിൽ അവരുടെ കാലം കഷ്ടകാലമാണ്. ആ ആലീസും കൂട്ടരും കൂടിയിട്ട് നമ്മുടെ പ്രിയങ്കേനെ അങ്ങ് ചവിട്ടി അരക്കാണ്. അവർ 3 പേരും കൂടിയിട്ട് അവളെ അങ്ങ് അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് തല്ലുന്നുണ്ട്. നീ ഞങ്ങൾക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കുമല്ലേടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ തല്ലുന്നത്. നന്നായിട്ട് തല്ലി അങ്ങ് അവൾ താഴെ വീഴുന്നൊക്കെ ഉണ്ട്. അപ്പോൾ താഴെ വീണിട്ട് അവർ ചവിട്ടി അത് അരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബഹളങ്ങളൊക്കെ കേട്ടിട്ട് ആ പോലീസുകാരൊക്കെ അങ്ങ് ഓടി വരികയാണ്. ഇനി ആലീസ് നിർത്തി എന്നൊക്കെ അവർ ഈ സെല്ലിൻ്റെ പുറത്തിരുന്നിട്ട് ഒരുപാട് വിളിച്ച് പറയുന്നുണ്ടെങ്കിലും ആലീസും ആ കൂട്ടർ നിർത്താതെ തന്നെ ഈ പ്രിയങ്കേനെ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. സുകുമാരി മുത്തശ്ശിയാണെങ്കിൽ എന്നെ മോളെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ടെങ്കിൽ ഇവരതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇവരങ്ങ് തല്ലിക്കൊണ്ടേ നിൽക്കുകയാണ്.
അപ്പോൾ പിന്നെ ഈ പോലീസുകാർ ആ സെല്ലങ്ങ് തുറന്നിട്ട് അകത്തേക്ക് വരികയാണ്. എന്നിട്ട് ഈ ആലീസിനെയും കൂട്ടരെയൊക്കെ പിടിച്ച് അങ്ങ് പുറത്തിടുകയാണ്. വാ നടക്ക് പുറത്തേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ 3 പേരും അങ്ങ് പുറത്തിടുകയാണ്. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ പ്രിയങ്കയുടെ അവസ്ഥ ഒരു ദയനീയാവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അവരുടെ മേലെ ആകെ വേദനിച്ച്, കാരണം അത്രയും ചവിട്ടും കുത്തും ഒക്കെ കൊണ്ട് അവിടെ അങ്ങ് കിടക്കുകയാണ്. അവൾക്ക് എണീക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ നേരെ സുകുമാരി മുത്തശ്ശി അവളോട് ഓടി വന്നിട്ട് മോളെ എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ അങ്ങ് പിടിച്ച് എണീപ്പിക്കാൻ നോക്കുന്നൊക്കെ ഉണ്ട്. ഇവളാകെ അങ്ങ് ചതഞ്ഞു പോയിരിക്കുകയാണ്. അപ്പോൾ ഈ പോലീസുകാരിങ്ങനെ അവരോട് കാര്യത്തിൽ സംസാരിക്കുന്നുണ്ട്. നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ മുത്തശ്ശിയോടും മോളോടും അവരോടൊന്നും കാര്യത്തിൽ സംസാരിക്കാനോ അവരോടൊന്നും ഏറ്റുമുട്ടാനോ പോകരുത് എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് വന്നപ്പോൾ തന്നെ വാണി തന്നതാണ്. പക്ഷേ നിങ്ങളൊന്നും മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ അങ്ങനെ ഇവരങ്ങ് കാര്യത്തിൽ അങ്ങ് തിരിച്ച് സംസാരിക്കണം. അപ്പോൾ അത് കേൾക്കുമ്പോൾ പിന്നെ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും പറയുന്നുണ്ട്, അത് പിന്നെ ഞങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല, ഞങ്ങൾ അവർക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടാണ് അവർ ഇങ്ങനെ ഞങ്ങളെ തല്ലിച്ചാത്തത്, അതുകൊണ്ട് എൻ്റെ മോളെ പെട്ടെന്നൊന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ പിന്നെ ഈ പോലീസുകാർ പറയുന്നുണ്ട്, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു കംപ്ലയിൻറ്റും ഇവൾക്കില്ല, അത്രയ്ക്ക് ഒരു അപകടമൊന്നും ഇവിടെ പറ്റിയിട്ടൊന്നുമില്ല, അത് അങ്ങനെ തന്നെതാൻ മാറിക്കോളൂ എന്നൊക്കെയാണ് ഈ പോലീസുകാർ പറയുന്നത്. അവരെന്തായാലും പോലീസുകാർ ആ ഹോസ്പിറ്റലിലേക്ക് അവളെ കൊണ്ടുപോകാനൊന്നും തയ്യാറാവുന്നില്ല. അവർ വേഗം അവരെ അങ്ങ് ആ സെല്ലടച്ചിട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇവരാണെങ്കിൽ ആകെ തല്ല് കൊണ്ട് ആകെ ചതഞ്ഞ് നിൽക്കുകയാണ്. ആറ്റുവാശ്ശേരിയിൽ ആരോ കോളിംഗ് ബെല്ല് അടിച്ചിട്ട് അങ്ങ് നമ്മുടെ യശോദ അങ്ങ് വാതിൽ തുറന്ന് നോക്കണം. അപ്പോൾ വാതിൽ തുറന്ന് നോക്കുമ്പോൾ അവിടെ ശ്യാം അങ്ങനെ സാരിയൊക്കെ ഇട്ടിട്ട് അവരുടെ മുന്നിൽ അങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ ആദ്യ യശോദ വിചാരിക്കുന്നത് ഇത് രാധികയാണെന്നാണ്. അപ്പോൾ അവളെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് സന്തോഷിക്കുകയാണ്, ചിരിക്കുന്നുണ്ട്. മോളെ എന്നൊക്കെ വിളിച്ച് അങ്ങ് നോക്കുന്ന സമയത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ ഈ യശോദക്ക് തോന്നുകയാണ്. കാരണം സ്വന്തം മകളല്ല ഇത്, മകളിൽ നിന്ന് എന്തൊക്കെയോ ഒരു വ്യത്യാസം ഉണ്ടെങ്കിലും ഇത് മകളുടെ അതേ രൂപം തന്നെയാണ് എന്നുള്ള മട്ടിൽ യശോദ ഒന്ന് അവിടെ സ്തംഭിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, ഞാൻ ഈ പാട്ടുകാരി ശ്യാമയാണ് എന്നൊക്കെ അങ്ങനെ തിരിച്ചങ്ങ് പറയാണ് ശ്യാമ. അത് കേൾക്കുമ്പോൾ പിന്നെ യശോദക്ക് വീണ്ടും സന്തോഷമാണ്. അത്രയും വലിയൊരു സെലിബ്രിറ്റി അവരുടെ വീടിൻ്റെ മുന്നിൽ അങ്ങ് വന്ന് നിൽക്കുന്നത് കണ്ടിട്ട് ഇവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇവർ ഞാൻ ദേവേട്ടനെ വിളിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് തിരിച്ച് ഓടുകയാണ്. ദേവനാണെങ്കിൽ അവിടെ ഇങ്ങനെ ചെടികളൊക്കെ ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ദേവനെങ്ങനെ വിളിക്കുന്നുണ്ട്, ദേവേട്ട ദേവേട്ട എന്നൊക്കെ വിളിക്കുമ്പോൾ ദേവൻ പറയുന്നുണ്ട്, എന്താ യശോദയെ കാര്യം പറയാമെന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, അതേ നമ്മുടെ വീടിൻ്റെ മുന്നിൽ ആ പാട്ടുകാരി ശ്യാമ വന്നിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ശ്യാമേ അവരെന്തിനാ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ ഈ ദേവൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ യശോദ പറയേണ്ടത് എന്താണെന്നറിയില്ല, അവർ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്, വേഗം വാ എന്നൊക്കെ പറയാണ്. അപ്പോൾ അവർ 2 പേരും വേഗം ഈ ശ്യാമയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ്. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, ഞാൻ പാട്ടുകാരി ശ്യാമയാണ് എന്നൊക്കെ ഇവരോട് പറയാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, നമസ്കാരം, എന്താണ് ഇങ്ങോട്ട് വന്നത് എന്ന് അവർക്കൊരു ഉത്തരം കിട്ടിയിട്ടില്ല. അപ്പോൾ അവരങ്ങ് ചോദിക്കാണ്. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്, അകത്തേക്ക് ഇരുന്നോട്ടെ എന്നൊക്കെ അങ്ങനെ പെർമിഷൻ ചോദിക്കാണ്. അപ്പോൾ അവർ 2 പേര് അകത്തേക്ക് വരും എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങ് സ്വീകരിച്ച് ഇരുത്താണ്. അപ്പോൾ ഇരുത്തി കഴിഞ്ഞതിന് ശേഷം ഈ ശ്യാമ പറയുന്നുണ്ട്, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. എനിക്ക് എൻ്റെ മകളെ ഞാൻ പ്രസവിച്ച ഉടനെ തന്നെ എനിക്ക് എൻ്റെ മകളെ നഷ്ടമായിരുന്നു എന്നൊക്കെ അങ്ങനെ ഇവർ പറയുന്നുണ്ട്. അവർ എന്താണ് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ഇവർ ശ്രദ്ധാപൂർവ്വം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്യാമ അങ്ങനെ പറയാണ്, ഞാൻ പ്രസവിച്ച ഉടനെ തന്നെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടമായി, അത് ശത്രുക്കളിൽ നിന്ന് എനിക്ക് നഷ്ടമായതാണ്. അങ്ങനെ ഒരവസ്ഥ വന്ന് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ അലഞ്ഞു എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട്. ഞാൻ ഒരുപാട് അമ്പലങ്ങളിൽ ഒരുപാട് നേർച്ചകളും വഴിപാടുകളൊക്കെ കഴിച്ചു, പക്ഷേ യാതൊരു ഫലവും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ അവരുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിനും അത് അന്വേഷിച്ച് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇവരോട് ഇങ്ങനെ വിശദമായിട്ട് പറയാണ്. അപ്പോഴൊന്നും ഇവർക്കൊരു സൂചനയും കിട്ടുന്നില്ല. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു മകളെ കിട്ടിയിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. നിങ്ങൾക്കൊരു വളർത്ത മകളെ കിട്ടിയിട്ടില്ല, അത് എൻ്റെ മകളായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഇവരോട് പറയാണ്. അപ്പോൾ പിന്നെ ഇവരുടെ ഭാവം അങ്ങ് മാറുകയാണ്. അവർക്ക് ചെറിയൊരു ടെൻഷനൊക്കെ വരികയാണ്. ഇനി രാധിക അവരുടെ മകളായിരിക്കുമോ പറയാൻ പോകുന്നത് എന്നൊക്കെ ഒരു ചെറിയ ഭയം 2 പേരുടെ മുഖത്തും അങ്ങ് വരികയാണ്. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം ശത്രുക്കൾ അവളെ ഒരു കുട്ടവഞ്ചിയിൽ ഒരു പുഴയിലാണ് ഒഴുക്കി വിട്ടത്. പക്ഷേ നിങ്ങൾക്ക് എൻ്റെ മകളെ കിട്ടിയതും നിങ്ങൾക്ക് നിങ്ങളുടെ വളർത്തുപുത്രിനെ കിട്ടിയതും ഒരു കുട്ടവഞ്ചിയിൽ നിന്നായിരുന്നില്ല എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇവർക്ക് ഇങ്ങനെ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്, നിങ്ങളുടെ മകളെ ഞങ്ങൾക്ക് കിട്ടിയത് ഒരു കുട്ടവഞ്ചിയിൽ നിന്നായിരുന്നു, പക്ഷേ അത് നിങ്ങളുടെ മകളാണെന്നുള്ള ഇതിന് യാതൊരു തെളിവുമില്ല, ഞങ്ങൾ വളർത്തുപുത്രിയാണ് എന്നൊക്കെ ഇങ്ങനെ ഇവരിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ യശോദയും പറയുന്നുണ്ട്, അത് ഞങ്ങളുടെ വളർത്തുപുത്രിയാണെന്നൊക്കെ പറഞ്ഞത് ശരിയാണ്, പക്ഷേ ഞങ്ങളുടെ സ്വന്തം മകൾ തന്നെയാണ് രാധിക, അവൾ ഞങ്ങൾ വളർത്തിയതാണെങ്കിൽ അവൾ എൻ്റെ സ്വന്തം മകളാണ് എന്നൊക്കെ ഈ യശോദ അങ്ങ് ചെറിയൊരു കയർത്ത് സംസാരിക്കണം. കാരണം സ്വന്തം ഇതുവരെ വളർത്തിയുണ്ടാക്കിയ മകളെ നഷ്ടപ്പെടുക എന്നുള്ള ആ നല്ലൊരു ഭയം യശോദയുടെ മനസ്സിലുണ്ട്. ദേവൻ പറയുന്നുണ്ട്, എൻ്റെ മകളിൽ കുറച്ച് വലുതായി കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പറയാറുണ്ടായിരുന്നു അവളുടെ രൂപം എന്ന് പറയുന്നത് ശ്യാമയുടെ അതേ രൂപം തന്നെയാണ് എന്നൊക്കെ, പക്ഷേ അതിനൊന്നും അർത്ഥം നിങ്ങളുടെ മകളാണ്
മകൾ രാധിക എന്നൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ടോ? ഞങ്ങളുടെ അടുത്തുള്ള കുഞ്ഞാണ് നിങ്ങളുടെ കുഞ്ഞ് എന്ന് പറയാൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു തെളിവുണ്ടോ എന്നൊക്കെ അവർ തിരിച്ചങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ ആ ചോദ്യം കേട്ടിട്ടാണ് നമ്മുടെ രാധിക അങ്ങ് അകത്തേക്ക് കയറി വരുന്നത്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അച്ഛാ, നിങ്ങൾക്ക് തെളിവല്ലേ വേണ്ടത്, ആ തെളിവ് ഞാൻ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ രാധിക നേരെ ശ്യാമേൻ്റെ അടുത്ത് പോയി അങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ രണ്ടുപേരെ അങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. കാരണം രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നു. ഇത് കണ്ടിട്ട് ദേവനും യശോദക്കും നന്നായിട്ട് പേടി തോന്നുന്നുണ്ട്. കാരണം ഇത്രയും വളർത്തിയുണ്ടാക്കിയ ആ ഒരു മകളെ അവർക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ആ ഒരു ഭയമുണ്ട്. കാരണം രണ്ടുപേരും ഒരേ രൂപത്തിൽ ഒരുമിച്ച് അങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അച്ഛാ, അമ്മേ, ഇതാണ് എൻ്റെ ശരിക്കുള്ള അമ്മ, ഇതാണ് എൻ്റെ അമ്മ എന്നൊക്കെ ഇങ്ങനെ അവൾ പറയണം. അപ്പോൾ ശ്യാമയും പറയുന്നുണ്ട്, ഞാൻ പ്രസവിച്ച മകൾ ഇത് തന്നെയാണ് എന്നൊക്കെ അവരോടങ്ങ് പറയാണ്. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട് യശോദനോട്, നിങ്ങൾ എൻ്റെ മകളെ വളർത്തിയത് എന്നുള്ള ആ ഒരു നന്ദി പ്രകടനമൊക്കെ അവരങ്ങ് കാണിക്കുന്നുണ്ട്. എന്നിട്ട് ശ്യാം അവരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ അടുത്തേന്ന് നിങ്ങളുടെ മകളെ ഞാൻ അടർത്തി മാറ്റി എൻ്റെ അടുത്തേക്ക് അങ്ങ് കൊണ്ടുപോകാനൊന്നും അല്ല ഞാൻ വന്നത്. നിങ്ങളുടെ കൂടെ നിങ്ങൾ എൻ്റെ മകളെ സ്നേഹിച്ച് വളർത്തിയതുപോലെ നിങ്ങളുടെ കൂടെ ഇരുന്നിട്ട് എനിക്കും കൂടി എൻ്റെ മകളെ ഒന്ന് സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഞാൻ നിങ്ങളുടെ അടുത്തേന്ന് അങ്ങ് പിടിച്ച് പറിച്ച് വാങ്ങി കൊണ്ടുപോകുന്നൊന്നും ഇല്ല എന്നൊക്കെ അങ്ങനെ അവരോട് അങ്ങ് പറയാണ്. അപ്പോൾ പിന്നെ അതൊക്കെ കേൾക്കുമ്പോൾ ഇവർക്ക് ചെറുതായിട്ടൊന്ന് ആശ്വാസം തോന്നുന്നുണ്ട്. കാരണം അവളുടെ മകളെ ഇനി അവർക്ക് നഷ്ടമാകില്ലല്ലോ എന്നുള്ളൊരു സൂചനയാണ് എന്തായാലും ശ്യാമ കൊടുത്തത്. ശ്യാമ ഒരിക്കലും അവരുടെ അടുത്തുനിന്ന് ഇനി അവരെ അങ്ങ് അടർത്തി മാറ്റി കൊണ്ടുപോകില്ല എന്നൊക്കെയാണ് ഈ ശ്യാമ അവരോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ യശോദക്കും ദേവനും ഭയങ്കരമായിട്ട് സന്തോഷം വരികയാണ്. ഈ രാധിക പെട്ടെന്ന് ഒരു നിമിഷം അവരുടെ മകളല്ലാതെ ആയി പോകുമോ എന്നുള്ള ആ ഒരു ഭയമൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ അങ്ങനെ അവരവിടെ അങ്ങ് ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. പക്ഷേ നമ്മുടെ സുകുമാരി മുത്തശ്ശിയുടെയും പ്രിയങ്കയുടെയും കാര്യം അത്രയും വലിയ കഷ്ടമാണ്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്ക അവിടെ നിന്ന് ജയിലിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ പ്രിയങ്ക പറയുന്നുണ്ട് സുകുമാരി മുത്തശ്ശിനോട്, ഈ മുത്തശ്ശിയുടെ വാക്കും കേട്ടിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. മുത്തശ്ശിയുടെ വാക്കും കേട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങ് വീട്ടിൽ സുഖമായിട്ട് ഇരുന്നേനെ. ആ രാധികയാണെങ്കിൽ വരുണിൻ്റെ കൂടെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്, ഞാനാണെങ്കിൽ ഇവിടെ ജയിലിലും എന്നൊക്കെ ഇങ്ങനെ ഇവളിങ്ങനെ ഈ മുത്തശ്ശിനെ കുറ്റപ്പെടുത്തി അങ്ങ് സംസാരിക്കുകയാണ്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി അങ്ങ് കയർത്ത് അവളോട് തിരിച്ചും പറയുന്നത്, ആഹാ, നീ ഒരൊറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുവരെ ചെയ്തത് മുഴുവനും. പക്ഷേ നീ ഈ സമയത്ത് നീ എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കാനില്ലേ? എനിക്കാണെങ്കിൽ വീട്ടിൽ നാമജപം ജപിച്ച് അങ്ങ് ഇരുന്നാൽ മതിയായിരുന്നല്ലോ. പക്ഷേ ഞാൻ അതൊന്നും ചെയ്യാതെ ഞാൻ നിനക്കും വേണ്ടിയിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യാനും വേണ്ടിയിട്ട് ഇറങ്ങി. അതുകൊണ്ടാണ് ഞാനിവിടെ ജയിലിൽ എത്തിപ്പെട്ടത്. അല്ലെങ്കിൽ ഞാനും വീട്ടിൽ അങ്ങ് സൂചിച്ച് നിന്നേനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുറച്ച് നേരം അങ്ങ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രിയങ്ക പറയുന്നുണ്ട്, മുത്തശ്ശിനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല, ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഞാനങ്ങ് പറഞ്ഞു പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അങ്ങ് കോംപ്രമൈസ് ആക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ തെറ്റിപ്പിരിയാനുള്ള ചാൻസ് ഒന്നുമില്ല, അവർ വീണ്ടും ഒന്നിച്ച് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ശ്യാമ ആറ്റുവാശ്ശേരിയിൽ വന്ന് അവരെയൊക്കെ കണ്ടു. ഇനി നേരെ കണിമംഗലത്ത് പോയിട്ട് അവരുടെ വീട്ടുകാരെയൊക്കെ കാണുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നാളെ കാണാം. ഓക്കെ, ബൈ ഓൾ.